10 വർഷം മുന്നേ വരെ നമ്മൾ മലയാളികൾ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഗൾഫിലേക്കായിരുന്നു പോവാറുണ്ടായിരുന്നത്. അവിടുത്തെ സിറ്റിയെല്ലാം നമ്മളുടെ നാടിനെ അപേക്ഷിച്ച് ഒത്തിരി ഡെവലപ്ഡ് ആണെങ്കിലും ആ മരുഭൂമിയും കോൺക്രീറ്റ് ജംഗിളും നമ്മളെ വല്ലാണ്ട് ബോറടിപ്പിക്കും. നമ്മുടെ പച്ചപ്പും ഹരിതാഭയും എല്ലാമുള്ള നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു ലുങ്കിയും എടുത്ത് നാട്ടു വർത്തമാനവും കേട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗൾഫിലേക്ക് ജോലി നോക്കി പോകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവാസികളുടെയും വലിയ ഒരു ആഗ്രഹമാവും നാട്ടിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു വീട് വയ്ക്കുക എന്ന്. മിസ്റ്റർ അലി കോട്ടയം ഏറ്റുമാനൂരിൽ ഈ ഒരു 40 സെൻറ്റ് സ്ഥലം വാങ്ങിയത് തന്നെ ഒരു മിനി ഫോറസ്റ്റ് തീമിൽ ഫുള്ള് ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു വീട് വെക്കണം എന്നൊരു ഐഡിയയിലാണ്. അപ്പോൾ ഈ ലാൻഡിൻ്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു 3 തട്ടായിട്ട് കിടക്കുന്ന ഒരു ലാൻഡായിരുന്നു. സോ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഒരേ ലെവലിൽ വീട് വെക്കണോ എന്നുള്ള ഒരു കൺസേൺ ക്ലയൻറ്റിന് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ 40 സെൻറ്റ് സ്ഥലം മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് ഒരേ ലെവലിൽ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി മണ്ണ് നമ്മൾ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അനാവശ്യ കോസ്റ്റ് നമ്മൾക്ക് ചിലവാക്കണ്ട എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ ലാൻഡ് എങ്ങനെയാണോ കിടക്കുന്നത് ആ സെയിം ലെവല് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് വീട് വെക്കാം എന്നുള്ളൊരു ഐഡിയ പിന്നീട് വന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മളുടെ സിറ്റ് ഔട്ടിലേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ടിൽ കുറച്ചധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് നാട്ടുകാരും എല്ലാവരുമായിട്ടുള്ളൊരു കുശല സംഭാഷണവും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ കയറുന്നത് നമ്മളുടെ ഇവിടുത്തെ ഫോർമൽ ലിവിങ്ങിലേക്കാണ്. ഫോർമൽ ലിവിങ്ങിൻ്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള ഏത് വിൻഡോ തുറന്നാലും നമ്മൾക്ക് ലാൻഡ്സ്കേപ്പിലേക്കാണ് വ്യൂ വരുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പാസേജ് കൊടുത്തിട്ടുണ്ട്. പാസേജിൽ കൂടെ നമ്മൾ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നേരെ ഫാമിലി ലിവിങ് ആണ്. ഫാമിലി ലിവിങ്ങിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു നിസ്കാര മുറിയുണ്ട്. ഇവിടെ ക്ലയൻറ്റും ആളുടെ 3 മക്കളുമാണ് താമസിക്കുന്നത്. മൊത്തം 4 ബെഡ്റൂമാണ്. ഇതൊരു 4200 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത്. ഇത് ഒരു മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഫസ്റ്റ് ലെവലാണ്. ഫസ്റ്റ് ലെവലിൽ ഒരു ബെഡ്റൂം, ഇതിൻ്റെ താഴത്തെ ലെവലിൽ ഒരു ബെഡ്റൂം, ഒരു 3-4 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. അങ്ങനെ എല്ലാ ലെവൽസിനും മൊത്തം 4 ഫ്ലോർ കിട്ടും നമുക്കിവിടെ. ഈ 4 ഫ്ലോറിലും നമ്മൾക്ക് ഓരോരോ ബെഡ്റൂം വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബെഡ്റൂമിനും നല്ല രീതിയിലുള്ള പ്രൈവസി കൊടുക്കാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ട്. നാൽപ്പത് സെൻറ്റിലാണ് ഈ വീട് വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഈ ഒരു മിഡിൽ ഏരിയ വരെ ഏകദേശം ഒരു 15-20 സെൻറ്റ് സ്ഥലം, ബാക്കിലേക്ക് ഒരു 20 സെൻറ്റ്, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിലത്തെ ഈ ഒരു 20 സെൻറ്റ് സ്ഥലവും ഫ്രണ്ടും സൈഡും എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു മിയാവാക്കി ഫോറസ്റ്റ് പോലെ ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഡെവലപ്പായി വരുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഗൾഫിൽ നിന്നും ഇവർ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണെങ്കിലും ഇവർക്ക് ഒരു പ്രഭാത സവാരി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുറ്റും ഒന്ന് നടക്കാനുള്ള പാത്ത് വേ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് നമുക്ക് ഫ്രണ്ടിലായിട്ട് ഇവിടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊന്നും കാണാനുണ്ടാവില്ല. കാർ പാർക്കിംഗ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കൂടെ ഗേറ്റ് തുറന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ ലെവലിലേക്ക് കയറുന്ന എൻട്രിയുടെ പോർഷനിലാണ് നമ്മളൊരു പാർക്കിങ്ങിൻ്റെ ഒരു സൗകര്യം കൊടുത്തിട്ടുള്ളത്. അവിടെയായിട്ട് നമുക്ക് ഇലക്ട്രിക് ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം അതും കൊടുത്തിട്ടുണ്ട്.